ചന്ദ്രമതി തന്നെ വഴക്ക് പറഞ്ഞിട്ടും തല്ലിയിട്ടും ഒരു വാക്കുപോലും മിണ്ടാതിരുന്നതിനും അമ്മയുടെ വാക്ക് കേട്ട് തന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചതിനും ശ്രുതിയോട് ദേഷ്യപ്പെടുകയും ശ്രുതിയും ശ്രുതിയുടെ അമ്മയും എന്നോട് ചെയ്തതൊന്നും ഞാൻ ഒരിക്കലും മറക്കില്ലെന്നും ശ്രുതി പറയുന്നു. പിന്നീട് പാലറേട്ടത്തി ഇപ്പോൾ ശ്രുതിനെ അടിച്ച് ശരിയാക്കി കാണുമെന്ന് സച്ചി രേവതിയോട് പറയുന്നു. തുടർന്ന് രവീന്ദ്രൻ ഷോറൂമിന്റെ ഓണർ ആകുന്നതിന്റെ സന്തോഷം ഇരുവരും പങ്കുവെക്കുകയും അച്ഛന്റെ പണം സത്യമുള്ള പണമാണെന്നും അതുകൊണ്ടാണ് അത് അച്ഛന്റെ കൈകളിൽ തന്നെ തിരികെ വരുന്നതെന്നും രേവതി പറയുന്നു. ശേഷം ശ്രുതിക്ക് എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ടെന്നും താമസിക്കാതെ ഓരോന്നും പുറത്തു വരുമെന്നും സച്ചി രേവതിയോട് പറയുന്നു. പിന്നീട് ശ്രുതിയുടെയും അടുത്തെത്തുന്ന ചന്ദ്രമതി കാശ് തിരികെ കിട്ടിയ വിവരം പറയാതിരുന്നതിന് ഇരുവരെയും കുറ്റപ്പെടുത്തുകയും സച്ചിയുടെ വായടപ്പിക്കാനായും കട നഷ്ടപ്പെടാതിരിക്കാനായും എത്രയും പെട്ടെന്ന് 50 ലക്ഷം രൂപ ശ്രുതി അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി സച്ചിയുടെ മുഖത്തെറിഞ്ഞു കൊടുക്കണമെന്നും ചന്ദ്രമതി ശ്രുതിയോട് പറയുന്നു. പിന്നീട് TV കണ്ടുകൊണ്ടിരിക്കുന്ന രേവതിയോട് ചന്ദ്രമതി ദേഷ്യപ്പെടുകയും വീട്ടിലെ ജോലികളെല്ലാം ചെയ്തു തീർക്കാൻ പറഞ്ഞ് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ചന്ദ്രമതിയുടെ മാറ്റം കണ്ട് രേവതിക്ക് വിഷമമാകുമ്പോൾ സച്ചി രേവതിനെ ആശ്വസിപ്പിക്കുന്നു. പിന്നീട് ഷോറൂമിലേക്ക് പോകാനായി രവീന്ദ്രനെ നിർബന്ധിക്കുന്ന സച്ചിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.